നല്ല മൂവിയാണ്. ഈ റിലേറ്റ് ചെയ്യാൻ പറ്റും കുറെ കാര്യങ്ങളൊക്കെ. അടിപൊളി, ഹൈലി റിലേറ്റബിൾ ആണ്. പിള്ളേർക്ക് എന്തായാലും നമ്മുടെ ജനറേഷൻ പിള്ളേർക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും. ആശർ അടിപൊളിയാ, അടിപൊളിയാ അതുണ്ട്. വാഴ അത്യാവശ്യം തിരക്കേടില്ല. ഈ യൂത്തന്മാരുടെ പടമല്ലേ, എല്ലാം ഈ സോഷ്യൽ മീഡിയയിലൊക്കെ വൈറലായ ഒരുപാട് പിള്ളേരുണ്ടല്ലോ, അവരുടെ പടമാണ് യൂത്തന്മാരുടെ പടം. യൂത്തന്മാരുടെ പടം എന്ന് തന്നെ പറയാം, യൂത്തന്മാരുടെ പടം എന്ന് തന്നെ പറയാം. പിന്നെ അത് മാത്രമല്ല, അത്യാവശ്യം രക്ഷാകർത്താക്കളൊക്കെ കണ്ടിരിക്കേണ്ട ഒരു പടമാണ്. അവർക്ക് ഒരുപാട് മെസ്സേജുകൾ ആ പടത്തിൽ കൊടുത്തിട്ടുണ്ട്. അതെന്തായാലും കാണണം ആ പടം. നല്ല സ്ക്രിപ്റ്റാണ്. ബിപിൻ ദാസ് നമ്മുടെ ഗുരുവായൂർ അമ്പലടയിലൊക്കെ ചെയ്ത അതെ ചെയ്ത പുള്ളിയുടെ സ്ക്രിപ്റ്റാണ്. നല്ല ഒതുക്കമുള്ള സ്ക്രിപ്റ്റ്, നല്ല ഭംഗിയായിട്ട് പുള്ളി അത് ചെയ്തിട്ടുണ്ട്. എന്റെ ഡയറക്ടർ ആനന്ദ് മേനൻ, അദ്ദേഹം നല്ല അത്യാവശ്യം അത് മേക്ക് ചെയ്തിട്ടുണ്ട്. അത് ശരിക്കും പറഞ്ഞാല് നസീർക്കൊക്കെ നല്ല ഗംഭീരമായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. ശരിക്കും ഇത് ഒരു പുതുമുഖ പടം എന്ന് പറയാൻ പറ്റൂല, അത്യാവശ്യം സ്റ്റാർ വാല്യൂ ഉള്ള പടം തന്നെയാണിത്. നസീർക്കൊക്കെ നല്ലൊരു പടം. അത്യാവശ്യം എന്താ പറയാ, പുള്ളിക്ക് കൊടുത്ത റോള് വളരെ ഗംഭീരമായിട്ട് പുള്ളിക്കാരൻ കൈകാര്യം ചെയ്തു. ജഗദീഷ് ചേട്ടനാണെങ്കിൽ അതിൽ ഗംഭീരം. ജഗദീഷ് ചേട്ടൻ, കോട്ടയം നസീർ, പിന്നെ അസീസ് നെടുമങ്ങാട്, പിന്നെ അങ്ങനെ പേരെടുത്ത് പറയാൻ പറ്റാത്ത ഒരുപാട് ആർട്ടിസ്റ്റുകളുണ്ട് അതിന്റെ. ഈ ആഷിർ എന്ന് പറഞ്ഞ ഭയങ്കരമായിട്ട് ആൾക്കാർ സംസാരിക്കുന്നുണ്ടല്ലോ, ആഷിർ എന്നുള്ള പേര്. വാഴ 2 അഭിനയിക്കാൻ വേണ്ടിയിട്ട് വാഴ 2 ഒരു ഇത് കണ്ടെന്ന് പറഞ്ഞാൽ വാഴ 2 ക്ലൈമാക്സ് അത് നമുക്ക് പറയാൻ പറ്റൂല കേട്ടാ. അതൊക്കെ രണ്ടാമത് ഇനി ഈ വാഴയുടെ 2ാം പാർട്ട് എടുക്കുമോ എന്നുള്ള കാര്യമൊക്കെ നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റൂല. അപ്പൊ അതങ്ങനെ പറയണുണ്ടെങ്കിൽ അതിൻ്റെ അകത്ത് ആ ക്ലൈമാക്സിൽ കൊണ്ട് നിർത്തിയേക്കുന്ന ഒരു സംഭവം ഉണ്ട്. ചിലപ്പോ അത് എനിക്ക് അങ്ങനെ പേരൊക്കെ ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് അറിയാൻ പറ്റില്ല. അത് ഏത് റോളാണ് കൈകാര്യം ചെയ്തതെന്ന് വെച്ചാൽ